സോ അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, അതിറോസ്ക്ലെറോസിസ് ലീസ്റ്റ് കോമൺ ആയിട്ടുള്ള ബ്ലഡ് വെസൽ ഏതാണ്? സോ അപ്പോൾ അതിറോസ്ക്ലെറോസിസ് ലീസ്റ്റ് കോമൺ ആയിട്ടുള്ള ബ്ലഡ് വെസൽ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളെ മാമറി ഗ്ലാൻഡിൻ്റെ ബ്ലഡ് സപ്ലൈയിൽ വരുന്ന ഇൻറ്റേർണൽ മാമറി ആർട്ടറി. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ മാമറി ആർട്ടറി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പേഷ്യൻറ്റിന് കൊറോണറി ആർട്ടറിയിൽ ബൈപ്പാസ് ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആർട്ടറിയാണ് പ്രിഫേർഡ് ഓവർ വെയിൻ. ഓക്കെ, സോ അപ്പോൾ ഏത് ആർട്ടറിയാണ് നമ്മൾ യൂസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻറ്റേർണൽ മാമറി ആർട്ടറി ഈസ് ദ ബെസ്റ്റ് ഗ്രാഫ്റ്റ് ഫോർ കൊറോണറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അതിറോസ്ക്ലെറോസിസിന് ഏറ്റവും ലീസ്റ്റ് പ്രോബബിലിറ്റി ഉള്ള ആർട്ടറിയാണെന്ന് ഇൻറ്റേർണൽ മാമറി ആർട്ടറി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ മോസ്റ്റ് കോമൺ സൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിറോസ്ക്ലെറോസിസിനെ കുറിച്ചാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ആൻജിന എന്ന് പറയുന്ന ടോപ്പിക് പ്രോപ്പറിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് പറയാനുള്ളത്, ആൻജിനയിൽ നമുക്ക് 3 കേസ് ഓഫ് ഡിസീസസ് ഉണ്ട്. ഓക്കെ, ആൻജിനയിൽ വരുന്നത് നമുക്ക് സ്റ്റേബിൾ ആൻജിന, ദെൻ അൺസ്റ്റേബിൾ ആൻജിന, ഓക്കെ, ദെൻ പ്രിൻസ് മെറ്റൽ ആൻജിന. ഈ 3 ആൻജിനയും അതുപോലെ തന്നെ MIയുടെ ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, ഓരോന്നിൻ്റെ മാനേജ്മെൻറ്റ് എന്താണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് 3 തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, ഈ രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിറോസ്ക്ലെറോസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് എന്ത് പറയുന്നത്, ഈ മേൽ പറഞ്ഞിട്ടുള്ള 3 അസുഖത്തിൻ്റെയും കാരണം എന്ന് പറയുന്നത് അതിറോസ്ക്ലെറോസിസ് ആണ്. അപ്പോൾ ഈ അതിറോസ്ക്ലെറോസിസ് സംഭവിക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ നമ്മൾ ഏത് വാല്യൂ, നമുക്കിപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ ഒരു ഇക്വേഷൻ, നമുക്ക് ഒരാൾക്ക് അതിറോസ്ക്ലെറോസിസ് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ എന്നുള്ളതിന് നമുക്ക് ഒരുപാട് വാല്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഗുഡ് പ്രഡിക്റ്ററായിട്ട് വരുന്നത് ഏതാണെന്നറിയോ? അത് പറയുന്നത് നമ്മളെ ഹൈ സെൻസിറ്റീവ് സി റിയാക്റ്റീവ് പ്രോട്ടീൻ. നമുക്ക് സി റിയാക്റ്റീവ് പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ മൈക്രോബയോളജിയിൽ നമ്മൾ പഠിച്ച് മറന്നുപോയൊരു സംഗതിയാണ് അല്ലേ. അപ്പോൾ അതിൽ എന്താണ്, ഹൈ സെൻസിറ്റീവ് സി റിയാക്റ്റീവ് പ്രോട്ടീൻ ആണെന്ത് മാർക്കർ ഫോർ അതിറോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ഇതാണെന്ത് ടോട്ടൽ, അതുപോലെ തന്നെ എന്താണ് ഒരാൾക്ക് അതിറോസ്ക്ലെറോസിസ് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നോക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെഷർമെൻറ്റ്സ് ആണ് പറയുന്നത്. ടോട്ടൽ കൊളസ്ട്രോള്, അതുപോലെ തന്നെ ഡിവൈഡഡ് ബൈ HDL. ഈ റേഷ്യോ എന്ന് പറയുന്നത് മോർ ദാൻ 3.5 എബോവ് ആണെന്നുണ്ടെങ്കിൽ ഹീസ് ഓൾസോ എ സബ്ജക്റ്റീവ് ടു അതിറോസ്ക്ലെറോസിസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കറിയാം HDL ഡിക്രീസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ LDL ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ അതിറോസ്ക്ലെറോസിസിൻ്റെ പ്രഡിക്റ്റേഴ്സിനെ കുറിച്ചാണ്. അതിൽ ഏറ്റവും ഗുഡ് പ്രഡിക്റ്ററായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഹൈ സെൻസിറ്റീവ് സി റിയാക്റ്റീവ് പ്രോട്ടീനാണ്. ഓക്കെ, ഇനി അതിറോസ്ക്ലെറോസിസിൽ നമ്മൾ പാത്തോളജിയിൽ പഠിക്കേണ്ട ഒരു കമ്പോണൻ്റ് ഉണ്ട്. ഏത് അതിറോസ്ക്ലെറോസിസ് ആണ് വൾനറബിൾ ടു ബ്രേക്കിംഗ്? അതായത് അതിറോസ്ക്ലെറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഒരു വെസൽ വാളിൽ ഒരു ഒരു ഒക്ലൂഷൻ സംഭവിക്കുകയാണല്ലേ. അപ്പോൾ ഏത് ഒക്ലൂഷനാണ് പൊട്ടിപ്പോവാൻ സാധ്യതയുള്ളത്? അതിന് വേണ്ടിയിട്ട് നമ്മൾ പാത്തോളജിയിൽ പഠിക്കുന്ന ഒരു സംഭവമുണ്ട്. ഓക്കെ, വൾനറബിൾ പ്ലാക്ക് ആൻഡ് നോൺ വൾനറബിൾ പ്ലാക്ക് എന്ന് പറയും സാധ്യതകൾ. ഓക്കെ, അപ്പോൾ എന്താണ് വൾനറബിൾ പ്ലാക്ക് എന്ന് പറയുന്ന സംഗതി ആണെന്ത് പൊട്ടിപ്പോവാൻ സാധ്യതയുള്ളത്. നോൺ വൾനറബിൾ പ്ലാക്ക് എന്താണ് പൊട്ടിപ്പോവാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഈ അതിറോസ്ക്ലെറോസിസ് കമ്പണന്റ് പൊട്ടുന്ന സമയത്താണ് നമുക്ക് എന്തുണ്ടാവുക, ഈ മേൽപ്പറഞ്ഞ 4 ഡിസീസുകളും ഒക്കർ ചെയ്യാനുള്ള സ്കോപ്പ് ഉള്ളത്. അപ്പോൾ വൾനറബിൾ പ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നമുക്ക് അതിൻ്റെ കോർ എന്നും പറയാം, പുറത്തുള്ള ഫൈബ്രോസിസ് കമ്പണന്റ് എന്നും പറയാം. 2 കമ്പണൻസ് ഉണ്ടാകും ഒരു പ്ലാക്കിന്. ഓക്കെ, ഈ കോറിലെ മെയിൻ കമ്പണന്റ് നമ്മൾ പാത്തോളജി പഠിച്ചതാണ് ഫോം സെൽസ് എന്ന് പറയും. അപ്പോൾ കോർ കൂടുതലും ഫൈബ്രോസിസ് കുറഞ്ഞതും ആയ ആളുകളാണെന്ത് പൊട്ടാൻ സാധ്യതയുള്ളത്. നോൺ വൾനറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർ കമ്പണന്റ് കുറവും അതുപോലെ തന്നെ ഫൈബ്രോസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
ഈ പുറത്ത് കാണുന്ന ഈ പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് അതിൻ്റെ കട്ടി കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് ലെസ് ചാൻസ് ഫോർ ബ്രേക്കിംഗ്, റൈറ്റ്? അപ്പോൾ ഇതാണെന്ത് നമ്മൾ അതിറോസ്ക്ലെറോസിസിൻ്റെ രണ്ട് ഡിഫറൻസ്. ഇനി നമുക്ക് ഒരു പേഷ്യൻറ്റിന് അതിറോസ്ക്ലെറോസിസ് സംഭവിച്ചു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അത് എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു CT സ്കാനാണ് MDCT എന്ന് പറയും. അതിൻ്റെ പേരാണ് മൾട്ടി ഡിറ്റക്ടർ CT എന്ന് പറയുന്നത്. ഓക്കെ, മൾട്ടി ഡിറ്റക്ടർ CT ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, MDCT എന്ന് പറയുന്ന കമ്പണൻറ്റ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് എന്താണ് നമുക്കൊരു ഇമാജിങ് നോൺ ഇൻവേസീവ് മെത്തേഡാണ്. ഓക്കെ, ഈ നോൺ ഇൻവേസീവ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്ലാക്ക് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ പ്ലാക്ക് പൊട്ടാൻ സാധ്യത ഉള്ളതാണോ അല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ നമ്മളുടെ ഡിസ്കഷൻ്റെ ഈ 4 ഡിസീസിൻ്റെയും കാരണക്കാരനായ അതിറോസ്ക്ലെറോസിസ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്കിനി ഓരോ ഡിസീസായിട്ട് ചെക്ക് ചെയ്യാം. എന്താണ് ഈ 3 തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ തന്നെ MI. നമ്മളുടെ SA പാർട്ട് എന്ന് പറയുന്നത് ഇതിൽ യൂഷ്വലി ക്വസ്റ്റ്യൻ വരാറുള്ളത് സ്റ്റേബിൾ ആൻജൈന, അതുപോലെ തന്നെ MI. ഇത് രണ്ടിനുമാണ് എന്ത് യൂഷ്വലി ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റേബിൾ ആൻജൈനയും MIയും നമ്മൾ എന്ത് ചെയ്യാം മെയിനായിട്ട് ഡിസ്കസ് ചെയ്യും. ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് എന്ത് സ്റ്റേബിൾ ആൻജൈന. സ്റ്റേബിൾ ആൻജിനക്ക് വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പിക്കൽ കേസ് സിനാരിയോ ആണ് നമുക്ക് മുന്നിൽ. അതിന് ഒരുപാട് പേരുണ്ട് കേട്ടോ സ്റ്റേബിൾ ആൻജിനക്ക്. അതെന്താണ്, റിവേഴ്സിബിൾ ഇഷീമിയാണ്. ഓക്കെ, റിവേഴ്സിബിൾ ഇഷീമിയ വെക്കാൻ പോകും. ഓക്കെ, അപ്പോൾ ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടിലുള്ള ഒരു 60 ഇയർ ആയിട്ടുള്ള ഒരു സ്മോക്കർ, ഒരു കൂലി പണിക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ പ്രഷറിന് ഇറഗുലറി മെഡിക്കേഷനുള്ള ഒരു നോൺ കോംപ്ലയൻറ്റ് പേഷ്യൻ്റാണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് ഗുളിക കഴിക്കും, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലുള്ള ഒരാളാണ്. അങ്ങനെ അദ്ദേഹം ജോലിക്ക് പോകുന്നതിനിടയിൽ പെട്ടെന്ന് എന്ത് ചെയ്യുന്നറിയോ, അയാൾക്ക് അന്ന് തലേന്ന് ഭയങ്കര വീട്ടിൽ ടെൻഷനൊക്കെ ആയിട്ട് കിടന്നുറങ്ങിയതാണ്. രാത്രി മര്യാദക്ക് ഉറക്കമൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഇദ്ദേഹത്തിന് സംഭവിക്കുന്നത് എന്താണെന്നറിയോ, ഭയങ്കരമായിട്ട് ഈ ഇമോഷണൽ കമ്പോണൻറ്റും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എക്സേഷൻ, ജോലി കാരണമുള്ള എക്സേഷൻ അല്ലെങ്കിൽ ഇത് ബോത്ത്, ഇത് രണ്ടിൻ്റെയും സ്റ്റിമുലേഷൻ വരുന്ന സമയത്ത്, അതായത് ഇദ്ദേഹത്തിന് രാത്രി ഉറക്കമൊന്നും കിട്ടിയില്ല, അങ്ങനെ അദ്ദേഹം ജോലിക്ക് പോവുകയാണ്, നല്ല ഇമോഷണലി അദ്ദേഹം വീക്കാണ്. അങ്ങനത്തെ ഒരു പേഷ്യൻറ്റിന് ഉടനെ നല്ല എക്സ്ക്രൂഷിയേറ്റിംഗ്, നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അൺസഹിക്കബിൾ എന്നൊക്കെ പറയാം, നമുക്കെന്താ അത്രയും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു വേദന. അദ്ദേഹത്തിൻ്റെ ടിപ്പിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ചെസ്റ്റ് വാളിൻ്റെ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ഫിസ്റ്റ് ഇങ്ങനെ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ പിടിച്ചിട്ട് അദ്ദേഹം നെഞ്ഞത്ത് കൈവെക്കും. അതിന് നമ്മൾ മെഡിസിനിൽ പറയുന്ന ഒരു ടിപ്പിക്കൽ സൈനാണ് ലിവൈൻ സൈൻ എന്ന് പറയുന്നത്, റൈറ്റ്? ലിവൈൻ സൈൻ എന്ന് പറയും. എന്താണ്, ദ പേഷ്യൻ്റ് ഈസ് പുട്ടിങ് ഹിസ് ലെഫ്റ്റ് ഹാൻഡ് ഓൺ ചെസ്റ്റ് ടു ഡിസ്ക്രൈബ് ദ ഡിഫ്യൂസ് ക്യാരക്ടർ ഓഫ് ചെസ്റ്റ് പെയിൻ. ഓക്കെ, അപ്പോൾ ഒരു തെറിക്കുന്ന പോലത്തെ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ, അതാണ് ദ ലിവൈൻ സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ പേഷ്യൻ്റ് ഈസ് സ്വെറ്റിംഗ്. നമുക്കറിയാം സിമ്പത്തറ്റിക് ഡിസ്ചാർജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സിവിയർലി സ്വെറ്റിംഗ് ആയിട്ടുള്ള വർക്ക് സൈറ്റിൽ നിന്ന് ഒരു ജോലിക്കാരൻ അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്കാരൻ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യാണ്. അപ്രോക്സിമേറ്റ്ലി ഒരു 10 മിനിറ്റ്സോളം വയർത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നല്ല പാൽപിറ്റേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഒരു സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ വരികയാണ്. എന്താണ്, അടിപൊളിയായിട്ട് ഹാർട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല സ്വെറ്റിങ് നടക്കുകയാണ്, അതുപോലെ തന്നെ നല്ല എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ്, അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, വേഗം കൽപ്പണിക്കാരനാണ് സപ്പോസ് ചെയ്തോളൂ, അദ്ദേഹം എന്ത് ചെയ്തു, പണിയൊക്കെ നിർത്തിയിട്ട് ഒരു മൂലയിൽ ഇരുന്നു. അങ്ങനെ എന്താണ്, ഒരു 15 to 30 മിനിറ്റോളം നീണ്ടു നിന്ന അദ്ദേഹത്തിന് കുറച്ച് വെള്ളമൊക്കെ കുടിപ്പിച്ചു അടുത്തുള്ള പണിക്കാർ. അങ്ങനെ എന്ത് ചെയ്തു, അദ്ദേഹം റിലാക്സ്ഡ് ആയി ഉടനെ തന്നെ അടുത്തുള്ള കാറിൽ കയറ്റിയിട്ട് ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്താണ്, ഇത്രയും ഒരു ടൈമോട് കൂടി ഒരു റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു ഇഷീമിയ, ഇപ്പോൾ പറഞ്ഞ ഒരു സിനാരിയോ, ഒരു 30 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് ഈസ് ഓക്കെ. അപ്പോൾ റിവേഴ്സിബിലിറ്റി ആണെന്ത് ഇവിടുത്തെ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇതിലേറ്റവും നമ്മളെ പറ്റിക്കപ്പെടുന്ന ഒരു കമ്പണൻറ്റ്, അതായത് പേഷ്യൻറ്റിനെ പറ്റിക്കപ്പെടുന്ന ഒരു കമ്പണൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ECG. അപ്പോൾ ഈ 30 മിനിറ്റ് കൊണ്ട് പേഷ്യൻ്റ് ഹോസ്പിറ്റലിലെത്തി. ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടാണ് അദ്ദേഹം ഹോസ്പിറ്റലിൽ വന്നത്.
ഓക്കെ. അപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഭയങ്കരമായിട്ട് പിന്നെ സഫറിങ്സ് ഒക്കെ വന്ന ആളാണ്. ECG എടുത്തു നോക്കുന്ന സമയത്ത് ECG വിൽ ബി നമ്മൾ ഈ പറഞ്ഞ പോലെ ST എലിവേഷനോ ST ഡിപ്രഷനോ ഒന്നും കാണില്ല. ബിക്കോസ് ഹീ ഈസ് അസിംറ്റമാറ്റിക്. സോ അപ്പോൾ എന്താണ് അസിംറ്റമാറ്റിക് കമ്പണൻ്റ് ആണെന്നുണ്ടെങ്കിൽ ECG വിൽ ബി നോർമൽ. ഓക്കെ. അപ്പോൾ ഈ പേഷ്യൻ്റ് പറയും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അപ്പോൾ ഡോക്ടർ പറയാണ് നിങ്ങൾക്ക് എന്താണ് ഒരു കൊറോണറി ആർട്ടറിയിൽ ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ട് എന്നൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ പേഷ്യൻ്റ് പറയും എനിക്കതിനിപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ സാറേ, അപ്പോൾ ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ എന്തെങ്കിലും ഇതായിരിക്കും, നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്കിങ്ങനെ പ്രത്യേകിച്ച് ചികിത്സകളൊന്നും വേണ്ട എന്ന് പറയും. അപ്പോൾ എന്താണ് നമ്മൾ പേഷ്യൻറ്റിനോടൊരു തിരിച്ച് റിപ്ലൈ നമ്മളടുത്ത് കൊടുക്കാനുണ്ടാവില്ല. ബിക്കോസ് ഹീസ് പക്ക സിംറ്റമാറ്റിക്, ECG വിൽ ബി നോർമൽ. ഡോക്ടറെ എന്തോ വയറുവേദനയാണെന്ന് തോന്നുകയാണ്, ഞാൻ പോട്ടെ എനിക്ക് പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഡിസ്ചാർജ് ആവും. അങ്ങനെ എന്താണ് കുറച്ച് കഴിയുമ്പോൾ ഇതേ കമ്പണന്റോട് കൂടി പേഷ്യന്റ് വീണ്ടും വരുന്ന സമയത്ത് അതൊരു സിവിയർ എപ്പിസോഡായിട്ട് വരാനുള്ളൊരു സാധ്യത ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ കമ്പണന്റ് പേഷ്യന്റിനെ ബോധിപ്പിക്കാൻ കഴിഞ്ഞാൽ ഹീസ് എ ഗുഡ് ഡോക്ടർ. ഓക്കെ. അപ്പൊ എന്താണ് ECGയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണെന്ന് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമുക്ക് പറഞ്ഞു റൈറ്റ്. അപ്പോ നമുക്ക് 1 സെക്കൻഡ്, ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് സമയത്തേക്ക് ഒന്ന് പോസ് ചെയ്യാണ്. ഓക്കെ, സോറി. അപ്പോൾ എന്താണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്, പേഷ്യൻ്റ് എന്താണ് സ്റ്റേബിളായി, ഹീസ് നോ ഓക്കെ. അപ്പോൾ എന്താണ് പേഷ്യൻ്റ് പറയുകയാണെന്ത്, എനിക്ക് ഡോക്ടറെ തിരിച്ചു പോകണം. അപ്പോൾ നമ്മളെന്ത് ചെയ്യാണ്, ഡോക്ടർ പറയുകയാണെന്ത്, ഡിയർ പേരെന്താണ്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരൊരു അബൂബക്കർ, സപ്പോസ് അബൂബക്കറാണ്. അബൂബക്കറിനോട് പറയാണ്, അപ്പോൾ അബൂബക്കർ നീ ഒരു കാര്യം ചെയ്യും, ഞാനിവിടെ എനിക്കൊരു ട്രെഡ്മില്ല് അറേഞ്ച് ചെയ്ത് തരാം, നീ അതിൽ ഞാൻ പറയുന്ന അത്രയും സമയം ഒരു മൈൽസ് പെർ ഹവറിലാണ് നമ്മൾ ട്രെഡ്മില്ലിലെ സ്പീഡ് ഉണ്ടാവും അല്ലേ. നമ്മളൊരു 1.7 തുടങ്ങി നമ്മളെ ജിമ്മിലൊക്കെ ഹോസ്റ്റലിൽ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് അറിയാം, ഒരു 2 അങ്ങനെ ക്രമേണ ഗ്രാജുവലി നമ്മൾ സ്പീഡ് ഇൻക്രീസ് ചെയ്തൊരു 6 മൈൽസ് പെർ ഹവറിൽ വരെ എത്തിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു 3 മിനിറ്റോളം അദ്ദേഹത്തിനെ നമ്മൾ ഓടിപ്പിച്ചു. എന്നിട്ട് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിൽ ഞാൻ എന്ത് ചെയ്തു, ECG ലെഡ്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ECG ലെഡ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഓടാൻ പറഞ്ഞു. അങ്ങനെ ഓടിക്കഴിഞ്ഞു. അദ്ദേഹം ഒരു ഓട്ടം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു 3 മിനിറ്റ്സ് ആഫ്റ്റർ ദ എക്സസൈസ് അതിനുശേഷം ഞാൻ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ECG ലെഡ്സ് വെച്ചിട്ടുണ്ട്. അപ്പം മൊത്തം ഒരു 6 മിനിറ്റ് ഞാൻ ഈ ECG ലെഡ്സ് അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ വെച്ചതിന് ശേഷം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ECG ചെക്ക് ചെയ്യാണ്. അപ്പോൾ ECG ഞാൻ പേപ്പറിൽ പ്രിൻ്റ് എടുത്ത സമയത്ത് അപ്പോൾ എന്താണ് ST എലിവേഷൻ അല്ലെങ്കിൽ ST ഡിപ്രഷൻ അല്ലെങ്കിൽ ST ചേഞ്ചസ് എന്ത് ചെയ്തു, ഇത്രയും എക്സേഷൻ ഇദ്ദേഹത്തിൻ്റെ ബോഡിയിൽ നമ്മൾ സ്ട്രെസ് കാരണം കൊടുത്ത സമയത്ത് പുറത്തേക്ക് കാണിച്ചു. ഓക്കെ. വൺ തിങ് ഈസ്, നമ്മൾ ST ചേഞ്ചസിൽ നമ്മൾ പറയുന്ന സമയത്ത് മയോകാർഡിയൽ ഇൻഫാക്ഷനിൽ ആണ് സാധാരണ ST എലിവേഷൻ കാണുക. നമ്മൾ ഇന്ന് പറയുന്ന 4 ഡിസീസിൽ മയോകാർഡിയൽ ഇൻഫാക്ഷനിലാണ് എന്ത് ചെയ്യുക, ST എലിവേഷൻ കാണുക. ബാക്കിയുള്ളതിലൊക്കെ ST ഡിപ്രഷൻ ആണ് കാണുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ MI തന്നെ എല്ലാ കേസിലും ST എലിവേഷൻ കാണൂല. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, അതൊരു ടിപ്പിക്കൽ ഫൈൻഡിങ് ആയി കൂട്ടാൻ പാടില്ല കേട്ടോ.
അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കമ്പണൻ്റ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്തത്, ഈ അബൂബക്കർ എന്ന് പറയുന്ന ആളുടെ, അദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനാണ്, സ്ട്രെസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ECG എന്ത് കിട്ടി, EST ഫൈൻഡിങ്സ് കിട്ടി. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അപ്പോൾ എന്താണ്, ഹീ ഈസ് ഹാവിങ് എ ബ്ലോക്കേജ് ഇൻ കൊറോണറി ആർട്ടറീസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറഞ്ഞ ഈ പ്രൊസീജിയറിൻ്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് 75% ആണ്. അപ്പോൾ 25% എന്താണ്, ഇദ്ദേഹത്തിന് ഒരു നോർമൽ ആവാനുള്ള സ്കോപ്പ് ഉണ്ട് ECG. അപ്പോഴും എന്താണ്, നമ്മൾ ഇങ്ങനത്തെ ഒരു ടെസ്റ്റോട് കൂടി നമുക്ക് മുന്നേറാൻ പറ്റൂല. പിന്നെ അതേപോലെ ഒരു ഓൾറെഡി പിന്നെ ഭയങ്കര തടിയനായി ഒരു ഒബീസിറ്റി ഉള്ള നമ്മളെ ഒരു സുമോ ഗുസ്തിക്കാരനെ പോലത്തെ ഒരാളെ കൊണ്ടൊക്കെ ഇങ്ങനത്തെ ഒരു പ്രൊസീജിയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഇത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്, മോർ ദാൻ 40 BMI ഉള്ള ഒരാൾക്ക്. അതുപോലെ തന്നെ പിന്നെ ആർക്കൊക്കെയാണ് ഇത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാർഡിയാക് ഔട്ട്പുട്ട് കുറഞ്ഞതായിട്ടുള്ള അയോട്ടിക് സ്റ്റിനോസിസ് ഉള്ള പേഷ്യൻസിലൊക്കെ എന്താണ് ഈ ടെസ്റ്റ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ഇതൊരു ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ ആണ്, ട്രെഡ്മിൽ സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഒരു 48 hours ഉള്ളിൽ മുന്നേ വേറൊരു MI എപ്പിസോഡ് ഉണ്ടായ ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ ടെസ്റ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. അല്ലെങ്കിൽ എന്താണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, അതുപോലെ തന്നെ ചാർക്കോട്ട് ജോയിൻറ്റ്സ്, അതായത് നടക്കാൻ കഴിയാത്തത് ഹാർട്ടിന് ബുദ്ധിമുട്ടുള്ള ആളുകൾ, അതായത് മുന്നൊരു MI സംഭവിച്ച ആൾ, അല്ലെങ്കിൽ അയോട്ടിക് സ്റ്റിനോസിസ് ഉള്ള ആൾ, ഇവരെ കൊണ്ട് എന്ത് ചെയ്യരുത്, നമ്മൾ ഈ ട്രെഡ്മില്ലിൽ ഓടിപ്പിക്കുന്ന ഈ പരിപാടി ചെയ്യിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകൾ, ഇപ്പോൾ അബൂബക്കറിൻ്റെ കേസ് ഓക്കെയാണ്, അവനെ നമുക്ക് അങ്ങനെ പറ്റുന്നുണ്ട്. ഇനി എല്ലാവരും സുമോ ഗുസ്തിക്കാരനൊരാൾ വന്ന് ഒരു അറ്റാക്കൊക്കെ അടിച്ചിട്ട് വരികയാണ്, അപ്പോൾ നമ്മൾ എന്താണ് ഫൈനാണ്, അങ്ങനെ അവനൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ ഓട്ടം നടത്തിപ്പിക്കാൻ കഴിയും. നമ്മൾ ട്രെഡ്മില്ലും പൊട്ടും, നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ ഫുൾ സെറ്റപ്പ് നഷ്ടപ്പെടും, മൊത്തത്തിൽ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, സ്ട്രെസ്, അതായത് ഹാർട്ടിന് പണി കൊടുക്കുകയാണ് നമ്മൾ ആ ട്രെഡ്മില്ലിലെ ഓട്ടത്തിലൂടെ ചെയ്തത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, ഹാർട്ടിന് β1 റിസപ്റ്റർ ഉണ്ട് അല്ലേ, ഹാർട്ട് റേറ്റിൻ്റെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ സിമ്പത്തോമിമെറ്റിക് ആയിട്ടുള്ള ഒരു ഗുളിക, അതായത് β1 സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്ന IV ഡോബുട്ടാമീൻ എന്ന് പറയുന്ന ഡ്രഗ് ഞാൻ എന്ത് ചെയ്തു, IV ഡോബുട്ടാമീൻ എന്ന് പറയുന്ന ഡ്രഗ് ഞാൻ ഇൻജെക്ട് ചെയ്തു. അപ്പോൾ എന്താണ്, ഈ ട്രെഡ്മില്ലിൽ ഓടിന് ഇക്വലൻ്റ് ആണ്, β1 സ്റ്റിമുലേഷൻ നടക്കുന്നു, ഹാർട്ട് റേറ്റ് കൂടുന്നു, അപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നു, ഹാർട്ടിൻ്റെ ഓക്സിജൻ ഡിമാൻഡ് കൂടുന്നു, അപ്പോൾ ECG ചേഞ്ചസ് ഞാൻ നോക്കുകയാണ്. അപ്പോൾ ഈ പ്രോസസ്സിന്, ഈ പറഞ്ഞ പ്രോസസ്സിന് നേരത്തെ അപേക്ഷിച്ച് 80% സെൻസിറ്റിവിറ്റി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെന്താണ് സ്ട്രെസ് എക്കോ കാർഡിയോഗ്രഫി എന്നാണ് പറയുന്നത് ഈ ടെസ്റ്റിന്, സ്ട്രെസ് എക്കോ കാർഡിയോഗ്രഫി, റൈറ്റ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കാർഡിയോളജിയിൽ പറയുന്ന 2 കാര്യങ്ങളാണ് ECGയും എക്കോയും. അപ്പോൾ ECGയും എക്കോയും രണ്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ECG നമുക്കറിയാം ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇലക്ട്രിക് സ്റ്റിമുലസിൻ്റെ. എക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹാർട്ടിൻ്റെ അൾട്രാസൗണ്ട് എന്നൊക്കെ പറയാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ എക്കോ എന്ന് പറയുന്നത് എന്താണ്, അൾട്രാസൗണ്ട് ഓഫ് ദി ഹാർട്ടാണ്. ECG എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രിക്കൽ ഇമ്പൾസിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ഗുളിക പേഷ്യൻറ്റിന് കൊടുത്തിട്ട്, അപ്പോൾ സുമോ ഗുസ്തിക്കാരനാണ് വന്നത്, അയാൾ അങ്ങനെ ഓടിപ്പിക്കാനൊന്നും കഴിയില്ല അല്ലേ. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണ്, ഈ IV ഡോബുട്ടാമിൻ കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു, ECG നോക്കി, അതിന് കൂട്ടത്തിൽ എക്കോയും ചെയ്തു. അപ്പോൾ ഇതിന് 2 ടെസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ECG മാത്രമാണ് മുന്നേ ചെയ്തിരുന്നത്, ഇവിടെ എക്കോയും ചെയ്തതോടുകൂടി ഇതിൻ്റെ സെൻസിറ്റിവിറ്റി കൂടി. അപ്പോൾ ഇതിൻ്റെ 80% സെൻസിറ്റിവിറ്റി ഇതിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനേക്കാളും നല്ല ഒരു കമ്പണൻ്റ് ഉണ്ടോ എന്നുള്ളതാണ്, മുന്നേ ഇങ്ങനത്തെ ഒരു പേഷ്യൻറ്റിന് ആൻജിന സംഭവിച്ചിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇതിനൊക്കെ 80% വരുന്നുള്ളൂ. അപ്പോൾ എന്താണ്, നമുക്ക് മയോകാർഡിയത്തിൻ്റെ പെർഫ്യൂഷൻ ഇമേജിനെ ബേസ് ചെയ്തിട്ട് കണ്ടെത്താൻ പറ്റിയ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ ഓക്കെയാണ്, അങ്ങനത്തെ ഒരു സംഭവം നമ്മളുടെ അടുത്ത് ഉണ്ട് എന്ന് മനസ്സിലായി. അതിൻ്റെ പേര് മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി, താലിയം സ്കാൻ. താലിയം സ്കാൻ എന്ന് പറയുന്ന സ്കാനിങ്, അതായത് താലിയം 201 എന്ന് പറയുന്ന ഐസോട്ടോപ്പിനെ ബേസ് ചെയ്തിട്ടാണ് അതിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ടെക്നീഷ്യം 99 നമ്മൾ ഐസോട്ടോപ്പുകളാണ്, നമ്മൾ കെമിസ്ട്രിയിൽ പണ്ട് പഠിച്ച് മറന്ന സംഭവം. ടെക്നീഷ്യം 99 യൂസ് ചെയ്തിട്ടുള്ള സെസ്റ്റമി ബി സ്കാൻ എന്ന് പറയുന്ന സ്കാനിങ്. ഓക്കെ, ഇതൊക്കെ എന്താണ്, ഇതിന് യൂസ് ചെയ്യുന്ന മൊഡാലിറ്റിയാണ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയുന്നതും സുപ്രസിദ്ധവുമായിട്ടുള്ള ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്, എന്തിനാണ് നമ്മളിപ്പോൾ ഈ പണിയൊക്കെ എടുത്തത്, ഈ വന്ന കൂലിപ്പണിക്കാരന് എവിടെയാണ് ബ്ലോക്ക് വന്നിട്ടുണ്ടോ എന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റിഗേഷൻ ഫോർ ആൻജിന കേസ് ഈസ് നോൺ ആസ് കൊറോണറി ആൻജിയോഗ്രഫി.
ഓക്കെ, നമുക്ക് ആൻജിയോഗ്രഫി ചെയ്യണം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ഗോൾഡ് സ്റ്റാൻഡേർഡ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിയൽ ടൈം എവിഡൻസ് ആണ്, അതായത് മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് നിനക്ക് ബ്ലോക്ക് ഉള്ളത്. പിന്നെ നിനക്ക് മൊത്തം 3 ബ്ലോക്ക് വന്നിട്ടുണ്ട്, അതിൽ 2 കാര്യമായിട്ടുള്ളൊരു ബ്ലോക്ക് ഉണ്ട്. ഒരു ബ്ലോക്ക് ലെഫ്റ്റ് ആർട്ടറിയുടെ ബ്രാഞ്ചിലാണ്, രണ്ടാമത്തെ ബ്ലോക്ക് റൈറ്റ് കൊറോണറി ആർട്ടറിയുടെ ബ്രാഞ്ചിലാണ്. അങ്ങനെ ലെഫ്റ്റ് ആർട്ടറിയുടെ 2 ബ്രാഞ്ച് ഉണ്ട്, ലെഫ്റ്റ് സർക്കംഫ്ലക്സ്, അതേപോലെ തന്നെ ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ്. അപ്പോൾ ഇതിൽ 2ലാണ് നിനക്ക് ബ്ലോക്ക് ഉള്ളത്, ഇതിൽ ചെറിയൊരു ബ്ലോക്കും കാണുന്നുണ്ട് എന്നുള്ള നിലക്കൊക്കെ ഡോക്ടർക്ക് പറയാൻ പറ്റുന്ന ഒരു ഒഫീഷ്യൽ എന്താണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റിഗേഷൻ ആണെന്ത് കൊറോണറി ആൻജിയോഗ്രഫി. അപ്പോൾ ഇതാണെന്ത് ഇൻവെസ്റ്റിഗേഷൻ കമ്പോണന്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു SA എന്ന് പറയുന്നത് ഒന്നൊക്കെ ആൻജിന സ്റ്റേബിൾ ആൻജിന ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ MI ആണ് എന്താ നമ്മളെ SA ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹൗ വിൽ യു മാനേജ് എന്ന ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ഇൻവെസ്റ്റിഗേഷൻ എഴുതി. അപ്പോൾ സെൻസിറ്റിവിറ്റി ആദ്യം ട്രെഡ്മില്ലിൽ ഓടിപ്പിച്ചു, പിന്നെ ഗുളിക കൊടുത്തു, അതിൽ ECG എക്കോയും ചെയ്തു, പിന്നെ 2 സ്കാനിൻ്റെ പേരുകൾ പറഞ്ഞു, പിന്നെ നമ്മളെന്താണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടുള്ള കൊറോണറി ആൻജിയോഗ്രഫിയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തു. ഇനി ഈ ട്രീറ്റ്മെൻറ്റ് പാർട്ടിലേക്ക് വരികയാണ്. ഇങ്ങനത്തെ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചികിത്സിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത് അറ്റ്ലീസ്റ്റ് നമ്മളുടെ ലെവലിൽ നമ്മൾ UG ലെവലിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ്. ഓക്കെ, പേഷ്യൻ്റ് വിൽ ബി അസിംറ്റമാറ്റിക്, ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും പേഷ്യൻ്റ് ഓക്കെ ആയിട്ടുണ്ടാവും. ബട്ട് ഇനി അങ്ങനത്തെ ഒരു സംഭവം അടിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ പിന്നെ പഠിച്ചു വരുന്ന ഫസ്റ്റത്തെ കാറ്റഗറി ഓഫ് ഫാർമക്കോളജിക്കൽ ഡ്രഗ് ഈസ് ബീറ്റ ബ്ലോക്കേഴ്സ് അല്ലേ. അപ്പോൾ ബീറ്റ ബ്ലോക്കേഴ്സ് ഗ്രൂപ്പാണ് എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. എന്തിൻ്റെ സ്റ്റേബിൾ ആൻജനയുടെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് എന്താണ് ബീറ്റ ബ്ലോക്കേഴ്സ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് കാർഡിയോ സെലക്റ്റീവ് ആയിട്ടുള്ള മെറ്റാപ്രൊലോൾ, അപ്പോൾ എന്താണ് നമുക്ക് മെറ്റാപ്രൊലോൾ എന്ന് പറയുന്ന ഒരു ഡ്രഗാണ് യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യുക ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക, റൈറ്റ്. അപ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് പേഷ്യൻ്റ് എന്താവും സ്റ്റേബിൾ ആവാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ രീതിയിലാണ് എന്ത് ചെയ്യുക പേഷ്യൻറ്റിൻ്റെ സിറ്റുവേഷൻ വരിക. പിന്നെ അടുത്ത ഡ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മോർട്ടാലിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിന് ഈ ബീറ്റ ബ്ലോക്കറിന് ഭയങ്കര റോൾ ഉണ്ട് കേട്ടോ. വന്ന ഉടനെ തന്നെ നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ മോർട്ടാലിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിന് വലിയൊരു റോള് തന്നെ ഉണ്ട്. ഓക്കെ, 1 സെക്കൻഡ്. ഹലോ, പറ. ഓ 1 സെക്കൻഡ്. അപ്പോൾ എന്താണ് മോർട്ടാലിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിൽ ബീറ്റ ബ്ലോക്കറിന് വളരെ വലിയ റോളുണ്ട്. അടുത്ത ഡ്രഗ് എന്ന് പറയുന്നത് ടാബ് ആസ്പിരിൻ ആണ്. ഓക്കെ, അപ്പോൾ ടാബ് ആസ്പിരിൻ എന്താണ് 75 mg OD കൊടുക്കുന്ന സമയത്ത് എന്താണ് മോർട്ടാലിറ്റി ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡ്രഗ് ഇത് രണ്ടും ധരിച്ചിരിക്കണം, നമ്മൾ അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ അടുത്ത ഡ്രഗാണ് നമ്മുടെ സബ്ലിംഗ്വൽ ആയിട്ടുള്ള നൈട്രോഗ്ലിസറിൻ. നമ്മുടെ പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നതും എന്താണ് ഇതിന് വളരെയധികം ഹെൽപ്ഫുൾ ആണ്, റൈറ്റ്. അപ്പോൾ സബ്ലിംഗ്വൽ നൈട്രോഗ്ലിസറിൻ ഇതിന് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ദെൻ അടുത്ത അതിൽ പിന്നെ നൈട്രോഗ്ലിസറിൻ കൊടുക്കുന്ന സമയത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മോർട്ടാലിറ്റി കുറക്കാനുള്ള കഴിവൊന്നുമില്ല, ബട്ട് വാസോഡയലേഷൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് പേഷ്യൻറ്റിന് ഒരു സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ടാബ് ഐസോസോർബൈഡ് നൈട്രേറ്റ്. ഓക്കെ, ഐസോസോർബൈഡ് നൈട്രേറ്റ് എന്ന് പറയുന്ന ഡ്രഗാണ് ലോങ് ആക്ടിങ് ആയിട്ടുള്ള നമ്മളുടെ നൈട്രേറ്റ്. ഇതും എന്ത് ചെയ്യാറുണ്ട് നമ്മളുടെ പേഷ്യൻറ്റിന് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഡ്രഗിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിനെന്താണ് ഒരു 24 ഹവറിൽ 8 ഹവേഴ്സ് ഗ്യാപ്പ് കൊടുക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ടോളറൻസ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അടുത്ത ഡ്രഗായിട്ട് പറയാനുള്ളത് അപ്പോൾ ഈ 8 ഹവേഴ്സിൽ എന്ത് കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ 8 ഹവേഴ്സിൽ നമ്മൾ കൊടുക്കുന്നത് കാൽസ്യം ചാനൽ ബ്ലോക്കറായിട്ടുള്ള അംലോഡിപ്പിൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ഡ്രഗ്സ് എന്ത് ചെയ്യാണ് യൂഷ്വലി നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കും. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും നമ്മൾ പറയേണ്ട ഒരു കമ്പോണൻ്റാണ് സ്മോക്കിംഗ് എന്ത് ചെയ്യണം
സെസേഷൻ, അതായത് 5 പാക്ക് സിഗരറ്റ് വലിച്ചിരുന്ന ആളോട് 1 പാക്കറ്റ് വലിക്കാന്നല്ല ഡോക്ടർ പറയേണ്ടത്, പക്ക 0 സിഗരറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യണം, അദ്ദേഹത്തോട് വലിക്കാൻ പറയണം. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, ഈ പേഷ്യൻറ്റിനെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞയക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ നമുക്കറിയാം കൊളസ്ട്രോൾ റിഡക്ഷൻ, ഇദ്ദേഹത്തിൻ്റെ മോർട്ടാലിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കമ്പോണൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അറ്റോർവാസ്റ്റാറ്റിൻ ആണ് സാധാരണ കൊടുക്കാറുള്ളത്. ഇപ്പോൾ ഈ ഡ്രഗ്സ് ഒക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ എസ് എന്ന് പറയുന്നത്, ഹൗ വിൽ യു മാനേജ് ദ കേസ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻസ് നമ്മളിപ്പോൾ പറഞ്ഞു, അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് പാർട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ പറയേണ്ടത്. അതേപോലെ തന്നെ ഈ ഐസോസോർബൈഡ് മോണോനൈട്രേറ്റിൻ്റെ ഡ്രഗ് ഹോളിഡേ അല്ലെങ്കിൽ 8 hours എവരി ഡേ എന്ത് ചെയ്യണം, നമ്മൾ ഗ്യാപ്പ് കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ പേഷ്യൻറ്റിന് നമ്മൾ ഈ ഗുളിക ഒക്കെ കൊടുത്തു, പേഷ്യൻ്റ് എന്ത് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ തെറാപ്പിക്ക് ഫെയിലിയർ ആണ്, അതായത് മര്യാദക്ക് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഇൻവേസീവ് ആയിട്ടുള്ള സർജിക്കൽ മെത്തേഡ്സിലേക്ക് പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ സർജിക്കൽ പാർട്ടിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻവേസീവ് പാർട്ടിലേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം, നമുക്ക് ആൻജിയോപ്ലാസ്റ്റി എന്നൊക്കെ പറയാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഈ ആൻജിയോഗ്രാഫി ചെയ്തിട്ട് എവിടെയാണ് പ്രശ്നം എന്നുള്ളത് ലൊക്കേറ്റ് ആക്കി. അപ്പോൾ ഈ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഒന്നുകിൽ നമുക്കറിയാം ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ഉണ്ട്, റൈറ്റ് കൊറോണറി ആർട്ടറി ഉണ്ട് അല്ലേ. ലെഫ്റ്റ് കൊറോണറി ആർട്ടറിക്ക് മെയിൻ ആയിട്ട് 2 ബ്രാഞ്ചുകളാണ് വരുന്നത്. ഒരു അനാറ്റമിയുടെ നോളജാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചും അതുപോലെ തന്നെ ലെഫ്റ്റ് സർക്കംഫ്ലക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചും വരുന്നുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് കൊറോണറി ആർട്ടറിയുടെ ബ്രാഞ്ച് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്, ഓക്കെ, അപ്പോൾ റൈറ്റ് കൊറോണറി ആർട്ടറി, അതിന് പ്രത്യേകിച്ച് ബ്രാഞ്ചുകളൊന്നുമില്ല. അപ്പോൾ ഈ 3 വെസൽസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി സർജറി ഏത് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് തീരുമാനിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് പാർട്ടിൻ്റെ ആൻസർ കമ്പോണൻറ്റ് കഴിഞ്ഞിട്ടില്ല. എന്താണ്, അപ്പോൾ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. അപ്പോൾ ഇതിൽ 3 സ്കോപ്പുകളാണുള്ളത്. പേഷ്യൻറ്റ് വിൽ ബി ഹാവിങ് ട്രിപ്പിൾ വെസൽ ഡിസീസ്, അതായത് ഈ പറഞ്ഞ A, B, C, ഈ പറഞ്ഞ 3 3നും എന്ത് ചെയ്യാം, ഒക്ലൂഷൻ വന്ന പേഷ്യൻ്റ് ആവാം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രിപ്പിൾ വെസൽ ഡിസീസ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റ് എന്താണ്, അല്ലെങ്കിൽ 2 വെസൽ എഫക്റ്റ് ചെയ്യാം, അതിനാണെങ്കിൽ ഡബിൾ വെസൽ ഡിസീസ് എന്ന് പറയും. അല്ലെങ്കിൽ എന്താണ്, 1 വെസൽ എഫക്റ്റ് ചെയ്യാം, അപ്പോൾ സിംഗിൾ വെസൽ ഡിസീസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെ വെസൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ അതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സർജിക്കൽ അല്ലെങ്കിൽ ഇൻവേസീവ് മെത്തേഡ്സ് പറയാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ 3 വെസൽ ഇൻവോൾവ് ആയി, അങ്ങനെയാണെങ്കിൽ നമ്മൾ 3 സ്റ്റണ്ട് ഇട്ട് കൊടുക്കുക. സ്റ്റണ്ട് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ആ ബലൂൺ പോലത്തെ ഒരു സംഗതി വെച്ചിട്ട് ആ ബ്ലോക്കിനെ നമ്മൾ വലുതാക്കി ഇടുന്ന പരിപാടിയാണ്. അപ്പോൾ 3 വെസലിലും പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്റ്റണ്ട് ഇടാൻ നിൽക്കില്ല, നമ്മൾ എന്ത് ചെയ്യും, ഒരു ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ത് ചെയ്യും, കൊടുക്കും. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. ഓക്കെ, CABG എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതാണെന്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള ട്രിപ്പിൾ വെസൽ ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഇനി ബാക്കിയുള്ളത് ഡബിൾ വെസൽ ഡിസീസ്, സിംഗിൾ വെസൽ ഡിസീസ്. ഇതിൻ്റെ 2ൻ്റെയും ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 2ൻ്റെയും ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റണ്ട് ഇടലാണ്. ഓക്കെ, സ്റ്റണ്ട് ഇടുന്നതിന് നമ്മൾ മെഡിസിനിൽ പറയുന്ന പേര് പെർക്യൂട്ടേനിയസ് കൊറോണറി ഇൻ്റർവെൻഷൻ, അല്ലെങ്കിൽ എന്താണ്, കൊറോണറി ആർട്ടറിൻ്റെ ഉള്ളിലൂടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്റർവീൻ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ സ്റ്റണ്ടിങ്ങും ചെയ്ത് കൊടുക്കും. ഇതാണ് എന്ത് ഡബിൾ വെസൽ ഡിസീസിൻ്റെയും അതുപോലെ തന്നെ സിംഗിൾ വെസൽ ഡിസീസിൻ്റെയും എന്ത് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇപ്പോൾ പറഞ്ഞത്, ട്രിപ്പിൾ വെസലിൻ്റെ മാനേജ്മെൻറ്റ് ബൈപ്പാസ് ചെയ്യാം. ഫസ്റ്റ് അതായത് 1 or 2 വെസൽ ഇൻവോൾവ് ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പെർക്യൂട്ടേനിയസ് കൊറോണറി ഇൻ്റർവെൻഷൻ അലോങ് വിത്ത് സ്റ്റണ്ടിങ് ചെയ്യും. ഇനി അടുത്തൊരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 വെസലിൽ ഡിസീസ് ഉണ്ട്, പക്ഷേ 1 വെസലിൽ ഒരു ഒക്ലൂഷനേ ഉള്ളൂ, 2ാമത്തെ വെസലിൽ മൾട്ടിപ്പിൾ ഒക്ലൂഷൻസ് കാണുന്നുണ്ട്. ഓക്കെ, ആ രീതിയിലാണ് നമ്മളുടെ പേഷ്യൻ്റ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലായിടത്തും കൊണ്ടുപോയി സ്റ്റണ്ട്, ഇപ്പോൾ ഈ പേഷ്യൻറ്റിന് ഇപ്പോൾ 6 സ്റ്റണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബൈപ്പാസ് ഗ്രാഫ്റ്റ് തന്നെ ചെയ്യും. കാരണം അത്രയും സ്റ്റണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം ഫൈനാൻഷ്യലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോളോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഒരു മെത്തേഡിലേക്ക് പോകുന്നത്. റൈറ്റ്, അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ഈ കൊറോണറി സ്റ്റണ്ടിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ മയോകാർഡിൽ ഇൻഫ്രാക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ചില പേഷ്യൻസിൽ ഈ സ്റ്റണ്ട് മര്യാദക്ക് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാരണം MI വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു MI പേഷ്യൻറ്റിന് സ്റ്റണ്ട് ഇടുന്ന സമയത്ത് MI വരാനുള്ള സാധ്യത എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെന്താണ് നമ്മളുടെ ഒരു സ്റ്റണ്ട് കാണുന്ന ഒരു പേഷ്യൻ്റാണ് അല്ലേ, അപ്പോൾ ഒക്ലൂഷൻ കാണുന്ന ഒരു പേഷ്യൻ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിന് സ്റ്റണ്ട് ഇടാൻ വേണ്ടിയിട്ട് സ്റ്റണ്ട് ഇടുന്ന പ്രൊസീജിയർ എങ്ങനെയെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു ഗൈഡ് വയർ എന്ന് പറയും. ഗൈഡ് വയർ എന്ന് പറയുമ്പോൾ ഒരു ലീഡിങ്, അതായത് ഈ ലീഷന്റെ മുൻഭാഗത്തേക്ക് പോകുന്ന ഒരു വയർ ഉണ്ടാവും. ഓക്കെ, അതിന് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇനി ഇവിടെ ഈ ഗൈഡ് വയറിന്റെ ഭാഗത്തിൽ ഇതിന്റെ ഈ ഈ സ്ട്രക്ചറിന്റെ മുകളിലൂടെ ഞാൻ എന്ത് ചെയ്യും, ഒരു ബലൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീൽ വയർ ബലൂൺ എന്നാണ് സ്റ്റാൻഡിങ്ങിന് ഉപയോഗിക്കുന്ന ബലൂണിന് പറയാം. അപ്പോൾ ഈ സ്റ്റീൽ വയർ ബലൂൺ ഈ ഗൈഡ് വയറിലൂടെ ലീഡ് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് ഈ അവസാനം നമ്മളുടെ ഒക്ലൂഷൻ വരെ എന്തെത്തി, നമ്മളുടെ ഗൈഡ് വയർ എത്തി, ബലൂൺ എത്തി. ഈ സ്റ്റീൽ വയർ ബലൂൺ എത്തിയ സമയത്ത് എന്ത് സംഭവിച്ചു എന്നറിയോ, ഈ ഡെബ്രി, അതായത് ഈ പാർട്ട് അല്ലെ, ഈ വേസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ഈ ഒക്ലൂഷൻ ഫോം ചെയ്യുന്ന അതിറോസ്ക്ലറോസിസ് പാർട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ അതിറോസ്ക്ലറോസിന്റെ ഈ ഫൈബ്രിൻ കോട്ട് നമ്മൾ പറഞ്ഞു, ഫൈബ്രിനും അതുപോലെ തന്നെ നെക്രോട്ടിക് ടിഷ്യൂ, ഇത് രണ്ടും ഫോം ചെയ്യുമ്പോഴാണ് നമ്മൾ അതിറോസ്ക്ലറോസിസ് പ്ലാക്ക് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഈ ബലൂൺ വരുന്ന സമയത്ത് ഈ ഡെബ്രി എന്ത് ചെയ്യാറുണ്ട്, ഈ പുറത്തുള്ള ഫൈബ്രോസിസ് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഈ പൊട്ടിപ്പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നറിയോ, നമ്മളുടെ ചുറ്റും ബ്ലഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പ്ലേറ്റ്ലെറ്റുകൾ സമ്പൂർണ്ണമായിട്ടും ഈ നെക്രോട്ടിക് പാർട്ടിലേക്ക് കയറി ക്ലോട്ട് ഫോം ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ എന്താണ്, നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നിടയിൽ ഇത് പൊട്ടിക്കുന്ന സമയത്ത് പ്ലേറ്റ്ലെറ്റ് അവിടെ വന്ന് അഗ്രിഗേറ്റ് ആവുകയും നോർമൽ ഉണ്ടായിരുന്ന ബ്ലഡ് വെസൽ അല്ലെങ്കിൽ ഒരു 70% ഒക്ലൂഷൻ ഉണ്ടായിരുന്ന പേഷ്യൻറ്റിന് 100% ഒക്ലൂഷൻ സംഭവിച്ച് പേഷ്യൻറ്റ് മരിച്ചു പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഈ സ്റ്റെൻഡിങ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെൻഡിങ്ങിൻ്റെ സമയത്ത് ആൻറ്റി പ്ലേറ്റ്ലെറ്റ്, അതായത് ഇങ്ങനെ പ്ലേറ്റ്ലെറ്റ് അഗ്രഗേഷൻ നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പണി ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാബ് പ്രസൂഗ്രൽ എന്ന് പറയുന്ന ഡ്രഗ്, അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈക്ലോപ്പിഡിൻ എന്ന് പറയുന്ന ഡ്രഗ്, ഇതൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് ഈ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഇത് പ്രീ ഓപ്പറേറ്റീവ്ലി പേഷ്യൻറ്റിന് കൊടുക്കുന്ന ഡ്രഗുകളാണ്. അതേപോലെ തന്നെ OT ടേബിളിൽ നമ്മൾ ഇൻട്രാ ഓപ്പറേറ്റീവ്ലി കൊടുക്കുന്ന കുറച്ച് ഡ്രഗുകളും വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈറോഫൈബൻ എന്ന് പറയുന്ന ഡ്രഗും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഇനി നമ്മൾ ഈ സ്റ്റീൽ വയർ ബലൂണ് ഇതിന് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, പേഷ്യൻറ്റിന് ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാനുള്ള പണികളൊക്കെ നമ്മൾ ചെയ്തു. പിന്നെന്താണ്, നമ്മൾ ഈ സ്റ്റീൽ വയർ ബലൂണിൻ്റെ സ്ഥാനത്തേക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു സ്റ്റണ്ട് ഇൻസേർട്ട് ചെയ്യും. സ്റ്റണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു നെറ്റ് പോലത്തെ ഒരു സംഗതിയാണ്. അപ്പോൾ ആ ബലൂണിൻ്റെ പൊസിഷനിൽ നമ്മൾ നെറ്റ് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ എന്താണ് ഫർദർ, അതായത് രണ്ടാമത് അവിടെ ഡെബ്രി അക്യുമുലേറ്റ് ചെയ്യരുത് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റണ്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സ്റ്റണ്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതെന്താണ് ഫോറിൻ ബോഡി ആയിട്ട് അവിടെ ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് വരാറുണ്ട് യൂഷ്വലി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഈ സ്റ്റണ്ടിന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് സ്റ്റണ്ടാണ് യൂസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ് എലൂട്ടിങ്, അതായത് കുറച്ച് സ്മോൾ ക്വാണ്ടിറ്റിയിൽ ഡ്രഗ് റിലീസ് ചെയ്യുന്ന സ്റ്റണ്ടുകൾ നമുക്ക് യൂസ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇൻഫ്ലമേഷൻ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഇമ്മ്യൂണോസപ്രസീവ് ആയിട്ടുള്ള ഡ്രഗുകളാണ് ഈ സ്റ്റണ്ട് റിലീസ് ചെയ്യേണ്ടത്. ഓക്കെ, സൗണ്ടിലൊക്കെ വരുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ അതിൽ ഏത് ഡ്രഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ടാക്രോലിമസ് പോലെ തന്നെ സിറോലിമസ് ഡ്രഗ് റിലീസ് ചെയ്യുന്ന, അതേപോലെ പാക്ലിറ്റാക്സൽ, ഇത്തരം ഇമ്മ്യൂണോസപ്രസീവ് ആയിട്ടുള്ള ഇത് റിലീസ് ചെയ്യുന്ന സ്റ്റണ്ടുകളാണ്, ഡ്രഗുകൾ റിലീസ് ചെയ്യുന്ന സ്റ്റണ്ടുകളാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്, അതിറോസ്ക്ലെറോസിസ്, അതുപോലെ തന്നെ സ്റ്റേബിൾ ആൻജിന,
അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ, അതുപോലെ തന്നെ പെർക്യൂട്ടേനിയസ് ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ സ്റ്റണ്ടിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ECG യുടെ ബേസിക്സ്, അതേപോലെ തന്നെ നമുക്ക് MI ഡിസ്കസ് ചെയ്യാനുണ്ട്, ബാക്കി 2 ആൻജിനകളും ഉണ്ട്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ECG യുടെ ബേസിക്സ് നല്ലൊരു ക്ലാസ് ആയിരിക്കും. മലയാളത്തിൽ തന്നെയുള്ള ECG യുടെ ബേസിക്സിൻ്റെ ക്ലാസ് ആയിരിക്കും അടുത്തത് മെഡിസിൻ്റെത് വരിക. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ECG നോക്കാനൊക്കെ അറിയാത്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യാം, അതൊന്ന് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ഈ പാർട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരോടും ഫ്രണ്ട്സിനോട് ഇങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട്, ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറയാം. ഓഫ് കോഴ്സ് നമുക്ക് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് നോളജ് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം.